ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബിരിയാണി കുക്കിംഗ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വരും. ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അതെനിക്കറിയാം. ഇപ്പൊ നമുക്കൊരു തട്ടിക്കൂട്ടൽ മക്രോണി ഉണ്ടാക്കാം. മക്രോണി ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചു. അതെടുക്കേണ്ട ടൈം ആകുമ്പോഴത്തേക്ക് ക്യാമറമാൻ വന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. ഇപ്പൊ എന്നിട്ട് അതിനുശേഷം ഞാൻ പാൻ വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, ഇഞ്ചി വെളുത്തുള്ളി പച്ചപ്പറങ്കിയൊക്കെ ഇട്ടു, പിന്നെ ഉപ്പിട്ടു, ഉള്ളി ഇട്ടിട്ട് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് തക്കാളി വേണം. I will cut to tomato sauce. Okay. You mean two tomato? You mean two tomato? This is ശുദ്ധമായ സൗപർണിക കോക്കനട്ട് ഓയിൽ. ഓക്കെ ഗൈസ്, നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിച്ച് നോക്കൂ. ശുദ്ധ തക്കാളി നന്നായി ഉടഞ്ഞതായി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇടാം. ഓക്കെ, പുളിയാ? പൊടി. You mean powders? ഫസ്റ്റ് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. This is the മഞ്ഞപ്പൊടി കുപ്പി guys. കുറച്ച് മഞ്ഞപ്പൊടി, ചില്ലി പൗഡർ. നമ്മൾ ഒരു 2-3 ഗ്രീൻ ചില്ലി ഇട്ടിന്, അപ്പൊ ഒരുപാട് വേണമെന്നില്ല. ഞാനിട്ട പൊടിന്റെ തുമ്മല് ഒരാടെ അമ്മക്കാണല്ലോ. അപ്പൊ ഇത് നന്നായി ഒന്ന് ഇതിന്റെ പച്ചമണം മാറുന്ന വരെ ഇനി എന്താണ് വേണ്ടത് നിങ്ങൾ പറയും, കമന്റ് ചെയ്യും. ഇനി നമുക്ക് ഈ ചിക്കൻ മസാല ഇതിലേക്ക് ചേർക്കാം. ഓക്കെ, തട്ടിക്കൊണ്ട് ചിക്കൻ മസാല എന്നിട്ട് നന്നായി ഇളക്കുക. ഓക്കെ, ഇളക്കിയ ശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒരുപാട് ഞാൻ കുറച്ചിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ഇട്ടിക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടിച്ചോ. ഇതെല്ലാം എൻ്റെ ഇഷ്ടം മാത്രം. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ലാസ്റ്റ് കളയല. ഇപ്പൊ വേണ്ട, ഇതിന് വൈകിപ്പിക്കുന്ന കുറച്ച് ചില്ലി ഫ്ലേക്സ്. ഇപ്പൊ ഫ്ലെയിം കുറച്ചിട്ടുള്ളത് നമുക്ക് കൂട്ടാം. അതൊന്നും എൻ്റെ ഇഷ്ടം. ഇനി ഇതിനെ നമുക്കൊരു കുറച്ച് ഗ്രേവി ആക്കി മാറ്റണം. കുറച്ച് വെള്ളം ഒഴിക്കണം. അതായത് നമ്മൾ മക്രോണിൻ്റെ കൂടെ ഇതൊന്നും നല്ലോണം സെറ്റ്. ഇനി നമ്മളെ മെയിൻ സാധനം ഇതിലേക്ക് ആഡ് ചെയ്യും. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മക്രോണി. ഇത് പാസ്തയാണ്, ഇതിനെ മക്രോണി വെച്ചിരിക്കുന്നത്. പാസ്ത. ഇനി ഇതിനെയും മക്രോണി വിളിക്കുമോ നമുക്കറിയില്ല. വിളിക്കാമെങ്കിൽ കമന്റ് ചെയ്യാം. ഇവരൊന്നും കമന്റ് ചെയ്യുന്നില്ല. ആരും കമന്റ് ചെയ്യുന്നില്ല. ശരിയല്ലോ, നന്നായി ഇളക്കുക. നന്നായി കമന്റ് ചെയ്യുക. അല്ലല്ല, നന്നായി ഇളക്കുക. ഇതുപോലെ ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ടേസ്റ്റ് മണത്തിട്ട് മനസ്സിലാക്കി. ഗരം മസാല ഇട്ടിട്ടില്ല കേട്ടോ, ലാസ്റ്റിൽ ഇടണം. രാധയാ? സോറി, ഞാൻ ഹിന്ദി മാത്രമേ പറയാറുള്ളൂ. പക്ഷെ എൻ്റെ ഹിന്ദി ആർക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കുറച്ച് ഒറിഗാനോ ഇട്ടാലോ? വേണ്ടല്ലേ, നിന്റെ ഇഷ്ടം. ചില്ലി ഫ്ലേക്സ് കുറച്ചും കൂടി ഇടാം, ഒന്നും കാണുന്നില്ല. ഇതിപ്പോ ഏകദേശം ലാസ്റ്റായി. ഇപ്പൊ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ തിന്നു നോക്കാം. രസം ഉണ്ടെങ്കിൽ അവിടെ നിർത്തിക്കോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചേർക്കണം ചേർത്തോ. പിന്നെ നമുക്ക് എന്താ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. അത്യാവശ്യം എരിവ് ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കുരുമുളക് ഇടണ്ടല്ലോ. ഞാൻ നന്നായി ചില്ലി ഫ്ലേക്സ് ഇട്ടു. ഉപ്പുണ്ടെന്ന് ഉപ്പ് കുറച്ചിട്ടിനി നോക്കിട്ട്. അപ്പൊ നമുക്കിതിനി അടച്ചു വെക്കാം. ഓക്കെ, അടച്ചു വെച്ചിട്ട് പിന്നെ തുറന്നിട്ട് ഒരു കഴിക്കണം. പിന്നെ തിന്നോളൂ. ഇത് നന്നായി മിക്സ് ആയി. ചിലപ്പം തുറന്നിട്ട് തുന്നുന്ന വീഡിയോ എടുക്കാൻ മറന്നു. എപ്പോഴും നമ്മൾ മറന്നു. എന്താ നമുക്ക് ആക്കുമ്പോൾ മാത്രം വീഡിയോ എടുക്കേണ്ട ക്ഷമയില്ല, തിന്നുമ്പോൾ എടുക്കേണ്ട ക്ഷമ ഉണ്ടാവാറില്ല. ആരും കുറ്റല്ലല്ലോ അല്ലേ? അപ്പൊ നമ്മള് തട്ടിക്കൂട്ട് മക്രോണി ഈസ് റെഡി ഹിയർ. So it's me
വൈഷ്ണവ It's me, Vaishnava, and the cameraman Vivekanand. ക്യാമറമാൻ വിവേകാനന്ദ്.